എന്നാലും ഞാൻ വിചാരിച്ചില്ല നീ വരുമെന്ന്. അതെന്താ എന്നെ അത്ര വിശ്വാസമല്ലേ? അതുകൊണ്ടല്ലടി. എന്നാലും ഭയങ്കര സർപ്രൈസ് ആക്കി കളഞ്ഞ്. നാശം. പോരാ. എന്താ എല്ലാവരും ഇറങ്ങിയതാ? ഞാൻ പ്രതീക്ഷിച്ചില്ല. ഞാനൊരു കുക്കിങ്ങിലായിരുന്നു. ഓഹോ, എന്നിട്ടെന്താ സാർ? എന്താ അവിടെ? മുന്തിരി എടുത്തോ. ഒരു വെറൈറ്റി ഐറ്റം ആയിരുന്നു. ഒരു അരമണിക്കൂറോടെ കിട്ടിയ വിസിൽ അടിച്ചാലേ. അപ്പൊ സാറ് കുക്കിങ്ങിലാണ്? അതെ അതെ, കുക്കറിലാണ്. വെള്ളം ഇങ്ങനെ തിളച്ച് വരുമായിരുന്നു. ഇതെന്താ ഈ ബെഡ്ഷീറ്റ് എടുത്തേക്കുന്നേ? ബെഡ്ഷീറ്റോ? അത് പിന്നെ ഞാനിവിടെ തനിച്ചല്ലേ, വേറെ ആരും കാണാനും പറയാനൊന്നുമില്ലല്ലോ. അപ്പൊ പിന്നെ ഞാൻ ബെഡ്ഷീറ്റ് എടുക്കും, അല്ലെങ്കിൽ കിട്ടുന്നതെന്ന് വെച്ചാൽ അത് എടുക്കും, അത്രേ ഉള്ളൂ. എന്താ സാറേ? ലേഡീസ് ബാഗ് പറയാൻ മറന്നു. ഇന്നലെ രാത്രി എന്റെ വൈഫ് വന്നിരുന്നു. പോയി 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 ഈ വെപ്രാണത്തിനിടയിലെ ബാഗ് എടുക്കാൻ മറന്നു. ഭയങ്കര മറവിയാ. സിന്ധു എന്താ? മൂന്നാല് ഞായറാഴ്ചയായി നിങ്ങളെ കാണാതായപ്പോഴേ എനിക്ക് സംശയം തോന്നിയതാ. ഇതാരുടെ ബാഗാ? ഇതൊക്കെ എന്റെ സ്റ്റുഡൻസാ. അതല്ല ചോദിച്ചത്, ഇത് ആരുടേതാണ്? ഇവരുടെ ആരുടെ അല്ലെന്ന് എനിക്കറിയാം. ഞാനേ ഇവർക്ക് റീപ്രൊഡക്ഷൻ ക്ലാസ് എടുക്കാൻ തുടങ്ങുകയായിരുന്നു. സംശയം കുട്ടികൾക്ക്. നന്നായി, അതിന്റെ ആളാണല്ലോ. സത്യം പറ, ഇത് ആരുടേതാ? ചേച്ചിന്റെ അല്ല, ചേച്ചിയുടെ വന്ന് പോയിന്ന് പറഞ്ഞിനി. സത്യം പറഞ്ഞ മനുഷ്യ, ഏത് കൂത്താടെ ഇന്ന് ഇവിടെ വന്നത്? അവളെ ഞാനെന്ത് കൊല്ലും. എവിടെ എവിടെ കത്തി എവിടെ? എന്താ അപ്പൊ പോയത്? ഓ, സാറിന് അറിയില്ലേ? അത് നമ്മുടെ ഫെമിന മിസ് അല്ലേ? ശരി. ഇവിടെ നിങ്ങളുടെ ഇവിടെ വന്നായിരിക്കും അല്ലേ? ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ഇനി താ റീപ്രൊഡക്ഷൻ ക്ലാസ് എടുക്കുന്നതേ എനിക്കൊന്ന് കാണണം. സാറേ, ഹലോ ഹലോ, ഓരോരുത്തർ പഠിച്ചാ മതി, രണ്ടുപേരും കൂടെ ഒന്നിച്ചു പഠിക്കണ്ട. ഹായ് ഗൈസ്. ഹലോ ശിവരാജ് ചേട്ടൻ. ഇങ്ങോട്ട് വന്നേ. കം കം കം. ഹലോ. ഇതെന്താ ലഡ്ഡു ഒക്കെ? എനിക്ക് കിട്ടില്ല. എന്താ വിശേഷം? Okay guys, today is my birthday. Happy birthday. Thank you. എല്ലാരും ടുഡേ ഈവനിങ് ഫംഗ്ഷൻ വരണം. Okay, bye. മീനു. Yes. ഹാപ്പി ബർത്ത്ഡേ. Vinu, this is for you. ഇവിടെ കേരളത്തിൽ ഡോക്ടർമാർക്ക് എന്ത് വിലയുണ്ട്? അതൊക്കെ അങ്ങ് ലഡാക്കിൽ മുഴുവൻ രോഗികളല്ലേ. ടണ്ട ടണ്ട തണുപ്പല്ലേ, ജലദോഷമാണ്. അവിടെയൊക്കെ ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ ദൈവമാണ്. മനസ്സിലായോ? ഭഗവാൻ ദൈവം കുന്തം പെടുങ്ങിയപ്പോൾ നിൽക്കാണ്. കുറച്ച് പൈസയൊക്കെ സംഘടിപ്പിച്ച് തന്നാൽ ഞാൻ അവിടെ ഒരു ഹോസ്പിറ്റൽ ശരിയാക്കി തരാം. നിന്നെ ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആക്കും, നിന്നെ ഞാൻ കാർഡിയോളജി ആക്കും, നിന്നെ ഞാൻ ന്യൂമറോളജി ആക്കും, പിന്നെ എന്തെങ്കിലും ഭയങ്കര പിടിപാടല്ലേ. ഓ, ഈ തടിയെ കണ്ടിട്ട് കൊതിയായിട്ട് പോയാ കൊത്തി പൊളിക്കാൻ തോന്നുന്നുണ്ട്. കൈവിട് പിള്ളേര് കാണും. എനിക്ക് ആഗ്രഹിച്ചില്ല, പിള്ളേര് കണ്ട കുഴപ്പാവും. അയ്യ അതല്ല, പിന്നെന്താ? ആ ഷവർമ്മയില്ലേ? ഷവർമ്മയല്ല, ശർമ്മ. അത് തന്നെ, ആ കൊഞ്ചു പോലത്തെ കിളവൻ ആ പെമ്പിള്ളേരെ ട്യൂൺ ചെയ്തോണ്ടിരിക്കുക. ഏതിനെങ്കിലും അടിച്ചോണ്ട് പോയാലേ നമ്മള് തൂങ്ങും. അത് ശരി, കിളവൻ പണി തുടങ്ങിയപ്പോ ഒരു കാര്യം ചെയ്, അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. തൽക്കാലം നീ ഈ പണി ചെയ്. ആ, ഞാൻ ചെയ്തോളാം. ഓ, കൊഞ്ചു പോലാണെങ്കിലും എന്തൊരു സാമർത്ഥ്യം അല്ലേ. അതും കൊള്ളാം. ഈ പണിയെ ഞാൻ എടുക്കുന്നല്ല. അല്ല പിന്നെ
ഹലോ എസ് ഐ വിനയകുമാറാ? ആരാ സംസാരിക്കുന്നത്? ഞാനൊരു അജ്ഞാതനാണ്. ആ, അജ്ഞാതന്റെ പേര് പറയും. അജ്ഞാതൻ ശിവരാമൻ. അജ്ഞാത ശിവരാമ, എന്താ പ്രശ്നം? സാർ, പൗരത്വമില്ലാത്തൊരു ഭീകരൻ ഇവിടെ എന്റെ വീടിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നുണ്ട്. തോന്നിയാസം മുക്കിനടുത്ത്. എടോ, ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ഞങ്ങൾ ഫുൾ ഫോഴ്സ് നാളെ രാവിലെ ആവുമ്പോഴേക്കും അവിടെ എത്തും. അതെന്താ സാറേ ഇപ്പൊ ഫോഴ്സ് ഇല്ലേ? ഇല്ല, ഞങ്ങൾ ആകെ 3 ആളേ ഉള്ളൂ. ഞങ്ങളുടെ അടുത്ത് തന്നെ ആണെങ്കിൽ തോക്കുമില്ല, ലാത്തിയില്ല, അങ്ങനെ ഒരു അവസ്ഥയാണുള്ളത്. അപ്പൊ രാവിലെ വന്നാ പോരെ? അവനൊരു മനുഷ്യ ബോംബാണ് സാറേ. ഓപ്പറേഷൻ MCH എന്നൊക്കെ പറഞ്ഞു കേട്ടു. എടോ അജ്ഞാത ശിവരാമ, MCH എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റല്. അവിടുത്തെ എന്തെങ്കിലും ഓപ്പറേഷന്റെ കാര്യമായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക. സമാധാനമായിട്ട് കിടന്നുറങ്ങ്. അങ്ങനെ കിടന്നുറങ്ങാൻ പറ്റില്ല സാറേ. ഞാൻ സെക്യൂരിറ്റി കെയർടേക്കറാണ്. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, കിടന്നുറങ്ങണ്ട, ഇരുന്നുറങ്ങിക്കോ. ഞങ്ങൾ രാവിലെ വരാം കേട്ടോ. വെച്ചിട്ട് പോ. साहब मैं अच्छा आदमी है, मैं बांग्लादेशी नहीं साहब, मैं इंडियन आदमी है साहब, मैं सत्य बोला नहीं साहब, ये लोग पूरी करते जा रहा है, जा रहा है, मैं अच्छा आदमी है साहब, मैं अच्छा आदमी है. ഇങ്ങനെ നിലവിളിക്കലോടോ ഭീകര. ഈ നിമിഷം മുതൽ നീ കേരള പോലീസിന്റെ സംരക്ഷണ വലയിലാണ്. കുറച്ച് ഗ്ലൂക്കോസ് കൊടുക്കണോ? ഒരു ക്ഷീണിച്ചതല്ലേ? അവന് വേണ്ടാന്ന്. കൊടുക്ക്. मेरे पास आदर है साहब. हाँ. എടാ, നിന്റെ ഈ മുകളിലുള്ള ആധാർ വെച്ചിട്ട് പൗരത്വം തെളിയിക്കാൻ പറ്റുന്ന എനിക്കൊരു വിശ്വാസവും ഇല്ല. സംസാ समझा साहब. നടക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? चलने के ഏ? നിലച്ചിട്ടുണ്ടെങ്കിൽ എന്റെ ചാലം ഞാൻ നിർത്തും. പിടിച്ച് കരുടോനെ. ആ, അജ്ഞാത ശിവരാമ വാ, ചോദിക്കട്ടെ. എന്തൊക്കെയാ? നല്ല വിശേഷം. ഇന്നലെ എങ്ങനെയായിരുന്നു ശബ്ദം മാറ്റി ഫോൺ ചെയ്തത്? അജ്ഞാത ശിവരാമൻ സ്പീക്കിംഗ്. ഇടക്കിടക്ക് ഇങ്ങനെ ഉപകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. ശബ്ദം മാറ്റി തന്നെ പറയണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവൂല. അത് ഞാൻ അങ്ങനെ തന്നെ ചെയ്തോളാം. പോട്ടെ. ഓ വരുന്ന ഇല്ല, ജീപ്പിൽ കയറി ഞാൻ ഛർദ്ദിക്കും. മക്കളിനെ ഒന്ന് ഗ്ലൂക്കോസ്. വേണ്ട വേണ്ട വേണ്ട. ശിവരാമ പോയിട്ട് വരാം, ടാറ്റ. അയ്യോ, ആ പാവത്തിന്റെ പരിപ്പിന്ന് ഇളകും. ഈശോമിശിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എന്താ കുഞ്ഞ്? ഒന്നുമില്ല അച്ചോ, എക്സാം ഒക്കെ അടുക്കുമല്ലേ, അപ്പൊ ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് തോന്നി. ഓഹോ, നല്ലത്. ഒരാളുടെ വിശ്വാസ പ്രമാണങ്ങളാണ് കുഞ്ഞ് അവന്റെ അല്ലെങ്കിൽ അവളുടെ ശക്തി എന്ന് പറയുന്നത്. അതായത് ഒരു വിശ്വാസി ദൈവത്തിലും കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ മൂല്യങ്ങളിലും വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഒരർത്ഥത്തിൽ എല്ലാ ദൈവങ്ങളും കമ്മ്യൂണിസ്റ്റാ. എന്തുകൊണ്ടെന്നാൽ ദൈവം തന്റെ അടുക്കിലെത്തുന്നവരെ എല്ലാവരെയും ഒരുപോലെ കാണുന്നു. കുഞ്ഞ്, പരീക്ഷയെ ഭയപ്പെടേണ്ടതില്ല. ആത്മവിശ്വാസത്തോടെ നേരിട്ടാൽ മതി. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫാദർ. എന്നാ ഞാൻ അങ്ങോട്ട്